മക്കളെ, ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? വാർഷിക പരീക്ഷയായി. അപ്പോൾ നമുക്കതിന് വേണ്ടി ആദ്യം മുതലുള്ള എല്ലാ ചാപ്റ്ററുകളും ഒന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിവിഷനായിട്ട് തുടങ്ങാം. 3 പാഠം, അതായത് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇവിടെ റിവിഷൻ എടുക്കുന്നത്. അതിനുശേഷം ഈ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററിലെയും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ധൂപ് ആഗയി എന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ അല്ലേ? പ്രയാഗ് ശുക്ലാണ് ഈ കവിത എഴുതിയത്. അത് കുറച്ച് സ്പീഡിൽ എടുക്കുക അല്ലേ? പ്രശ്നമില്ലല്ലോ, കാരണം നിങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിച്ച് ഫസ്റ്റിലത്തെ പോലെ അല്ലല്ലോ, കുറേ മാറ്റം വന്നില്ലേ ഒരു വർഷമായപ്പോഴത്തേക്ക്. റിവിഷൻ ആണ്, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം അല്ലേ? അതല്ല അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ധൂപ് ആഗയി എന്നത് പ്രയാഗ് ശുക്ലിന്റെ കവിതയാണ്. ധൂപ് ആഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കി കലിയാം ക്യാരി ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹക്കി. നമ്മൾ പഠിച്ച കവിതയാണ്, മനോഹരമായ കവിതയാണത്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ്. ധൂപ് ആഗയി സുബഹ് സുബഹ്ക്കി. ധൂപ് ആഗയി സുബഹ് സുബഹ്ക്കി എന്ന് പറഞ്ഞാൽ അതിരാവിലെ സൂര്യപ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചു, അതിരാവിലെ സൂര്യപ്രകാശം വന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കീം, പൂമൊട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് സുഗന്ധം പരത്താൻ തുടങ്ങി. നല്ല ഗന്ധം, ഇങ്ങനെ പൂമൊട്ടുകളൊക്കെ വിരിഞ്ഞു, നല്ല ഗന്ധം പരത്താൻ തുടങ്ങി. കലിയാം ക്യാരി ക്യാരി മഹക്കീം, പൂമൊട്ടുകൾ ഓരോ പൂത്തടത്തിലും, ക്യാരി ക്യാരി പറഞ്ഞാല് ഓരോ പൂത്തടത്തിലും ഈ പൂമൊട്ടുകൾ ഇങ്ങനെ സുഗന്ധം പരത്താണ്. വിരിഞ്ഞിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ നല്ല ഗന്ധമായിരിക്കും അല്ലേ? കലിയാം ഇത്തനി സാരി മഹക്കീം, ഈ പൂമൊട്ടുകൾ ഇതുപോലെ ഇത്രയും നന്നായിട്ടെല്ലാം അവിടെ ആകെ സുഗന്ധം പരത്തി എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. हवा बह रही ठंडी ठंडी, നല്ല തണുത്ത, ठंडी ആണ് തണുത്ത, നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. घूम रही वह बहकी बहकी, അത് ആ കാറ്റ് ചുറ്റിയടിച്ചു കൊണ്ടിരുന്നു. ഗൂം എന്ന് പറഞ്ഞാൽ ചുറ്റിയടിക്കുക. ആ കാറ്റ് എന്താവാൻ തുടങ്ങി? ചുറ്റിയടിച്ചു കൊണ്ടിരുന്നു. തത്തിക്കളിച്ച് ചുറ്റിയടിച്ച് ആ കാറ്റ് ഇങ്ങനെ, തണുത്ത കാറ്റ് ഇങ്ങനെ അവിടെ ആകെ ചുറ്റിയടിക്കുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, പക്ഷികളെല്ലാം പറന്നു വരുന്നു. പറന്നിങ്ങനെ പക്ഷികളെല്ലാം വരുന്നു. ഫുദക്ക് ഫുദക്ക് കർ വേ ബീച്ച് ആക്കി, അവരും ചാടി ചാടി വന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വേ ബി ചഹക്കീം, അവരും എന്താണ്? ചഹക്കന പറഞ്ഞാൽ ചിലയ്ക്കുക, അതായത് പക്ഷികളുടെ ശബ്ദം, അവരിങ്ങനെ കലപില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂലേ, അതാണ്. അതിരാവിലെയാണ്, ആ രാവിലത്തെ സമയമാണ് ഇവിടെ വർണ്ണിക്കുന്നത് കേട്ടോ. അതിരാവിലെയായി, രാവിലെ സൂര്യൻ ഉദിച്ചു, ചെടികളിലെ പൂമുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂക്കളായിട്ട് ഇങ്ങനെ സുഗന്ധം പരത്താൻ തുടങ്ങി, നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി, പക്ഷികൾ വരാൻ തുടങ്ങി, പക്ഷികൾ പറന്നു വന്നു, അവര് ചാടി വന്നിട്ട് അവരിങ്ങനെ അവരുടേതായിട്ടുള്ള ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ടോമി ഓർ മേം എന്ന ഒരു എന്താ പറയാ ചിത്ര കഹാനിയാണ് അല്ലെ? ടോമി ഓർ മേം. ടോമി എന്ന് പറയുന്നത് എന്താണ്? പിള്ള അല്ലെ? പിള്ളയാണ് ടോമി. ടോമിയും ഇവിടെ മേം എന്ന് പറയുന്നത് ആരാണ്? നീതുവാണ്. നീതുവിന് ഒരു ദിവസം വഹ് സർദിയോം കി രാത്രി, അതൊരു നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഇങ്ങനെ നീതു ഉറങ്ങാൻ കിടന്നതാണ് അല്ലേ? ആ സമയത്ത് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. അവൾ നോക്കിയപ്പോൾ ലൈറ്റിന് താഴെയായിട്ട് ആര് നിൽക്കുന്നു? ഒരു പട്ടിക്കുഞ്ഞ് നിന്നിട്ട് കരയാണ്. ആ ശബ്ദം കേട്ട് അവൾ ചെന്ന് നോക്കിയിട്ട് അതിനെ എടുത്തു കൊണ്ടുവന്നിട്ട് അതിന് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകിയതിന് ശേഷം അതിനെ കിടക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി നല്ലൊരു മെത്തയൊക്കെ അവൾ ഉണ്ടാക്കിയിട്ട് അതിൽ കിടത്താണ്. എന്നിട്ട് അവൾ പറയാണ്, ഉസേ ചായക്കെ സാത്ത് ബിസ്ക്കറ്റ് ഖാനാ പസന്ദ, ഈ പട്ടിക്കുഞ്ഞിന്, ഈ പിള്ളയ്ക്ക് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ഇഷ്ടം. എന്ത് കഴിക്കാനായിരുന്നു? ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ഇഷ്ടം അല്ലേ?
ആർ മേരെ സാത്ത് കേൽന, കൂടാതെ എന്നോടൊപ്പം കളിക്കുക. ആരോടൊപ്പം? നീതുവിനോടൊപ്പം കളിക്കാനായിരുന്നു പിള്ളയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. പിന്നെന്താണ്? ഫാനിന്റെ താഴെയായിട്ട് ഉറങ്ങുക. ഫാനിന്റെ ചോട്ടിലാണ് ഉറങ്ങാൻ കിടക്കുക. പിന്നെ എന്താണ് ചെയ്യാറുള്ളത്? കിതാബ് പഠന, പുസ്തകം വായിക്കും. പുസ്തകം വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു മൂപ്പർക്ക്. പിന്നെ അടുത്തത് എന്താണ്? സ്കൂളിൽ പോവാണ് നമ്മളെ നീതു അല്ലേ. മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ. ഞാൻ പുറത്തേക്ക് പോകുന്നത് അവന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുശ് രഹത്തെ. ഞങ്ങൾ എപ്പോഴാണ് ഒന്നിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അതിലുള്ളത്. നീതുവിന് പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു, അതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നു, അതിനെ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി സൗകര്യം ചെയ്യുന്നു, എന്നിട്ട് അതിനെ വളർത്താണ്, അതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിസ്ക്കറ്റ് കഴിക്കാനാണ്. നീതുവിന് വലിയ ഇഷ്ടമാണ്, നീതുവിന്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. നീതു സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. അതായത് നീതു ഈ പട്ടിക്കുഞ്ഞിന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമല്ല, പുറത്തേക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല. എപ്പോഴും ആരുടെ കൂടെ വേണം? ഈ പിള്ളയുടെ കൂടെ തന്നെ വേണം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നീതു കാദാ പിള്ളായെ बदन पे उसके रुए अनेक, छोटी टांगे लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. നീതുവിന് ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന്റെ ശരീരം നിറയെ രോമങ്ങളായിരുന്നു. ചെറിയ കാലുകളും വലിയ വാലുമായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിന് തവിട്ടു നിറമായിരുന്നു. കാലി മൂഞ്ച്, കറുത്ത മീശയായിരുന്നു. അത് ഈച്ചകളോട് യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. നിൽക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തിന് താഴെ വീണു പോകുമായിരുന്നു. ഗിർ പടുത്താത, ഗഡേ ഗഡേ ഗിർ പടുത്താത, താഴെ വീഴുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ നോക്കിയതാണ്. ഇതിന്റെ ഈ 3 ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത്.